മക്കളെ, നമ്മൾ ഗുലേ ദിൽസെ എന്ന 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ നീലി ചിടിയ എന്ന കവിത, ഹരിവംശ റായ് ബച്ചൻ എഴുതിയ നീലി ചിടിയ എന്ന കവിതയിൽ പക്ഷികളെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാവുന്ന അത്രയും പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് അവയുടെ പേര് ഹിന്ദിയിൽ എഴുതിയിട്ട് ആൽബം നിർമ്മിച്ച് വരണം എന്ന് സ്കൂളിൽ നിന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആൽബമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്നത് കൗവ, കാക്കയുടെ ചിത്രമാണ്. ഒന്നാമത്തത് കാക്കയാണ്. കാക്കയ്ക്ക് പറയുന്ന പേരെന്താണ്? കൗവ എന്നാണ് കാക്കയ്ക്ക് പറയുന്നത്. എന്താണ്? കൗവ. കൗവ പറഞ്ഞ കാക്ക. അടുത്ത വരുന്നത് തോത്ത എന്നാണ്. തോത്ത എന്ന് പറഞ്ഞാൽ തത്ത. തോത്ത, തത്ത. കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ്. എന്താണ് കബൂത്തർ? പ്രാവ്. കബൂത്തർ, പ്രാവ്. ഇനി അടുത്തത് വരുന്നത് മൈനയാണ്. മൈനയ്ക്ക് മൈന എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. മൈന എന്നതിന് മൈന എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തത് മോറാണ്. മയിൽ. എന്താണ് മോർ പറഞ്ഞാൽ? മയിലാണ്. ബഗുള എന്ന് പറഞ്ഞാൽ കൊറ്റി എന്നും പറയും കേട്ടോ. അപ്പം ബഗുള എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കാണ്. കൊക്കിനെയാണ് ബഗുള എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് കോയലാണ്. കുയിൽ. എന്താണ് വരുന്നത്? കുയിലാണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് പരുന്ത്. കുയിലിന് എന്താ പറയുന്നത്? കോയൽ. കുയിലിന് എന്താ പറയുന്നത്? കോയൽ എന്നാണ് കുയിലിന് പറയുന്നത്. ചീൽ. അടുത്ത വരുന്നത് ചീലാണ്. ചീൽ പറഞ്ഞാൽ പരുന്ത്. ചീൽ പറഞ്ഞാൽ എന്താണ്? പരുന്ത്. പിന്നീട് ലാസ്റ്റ് വരുന്നത് വേഴാമ്പലാണ്. വേഴാമ്പലിന് ഹിന്ദിയിൽ പറയുന്ന പേരെന്താണ്? പപ്പീഹ. എന്താണ്? പപ്പീഹ. അപ്പം അത്രയാണ് നമ്മൾ ആൽബത്തിലേക്ക് വേണ്ട പിക്ചർ ശേഖരിച്ചിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഹിന്ദി വിന്നറിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആണ്, എടുത്തിട്ട് കാണണം. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ക്ലാസ് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. 5, 6, 7, 10, 11, 12ാം ക്ലാസ് വരെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.